ഇത് 2010 LXi 2010 LXi വാഹനമാണ്. ഇത് പുതിയ പേപ്പർ എടുത്തോണ്ട് പുതിയ പേപ്പർ 5 കൊല്ലം പേപ്പറുള്ള അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ പ്രൈസ് ആണ്. ഫിനാൻസ് അവൈലബിൾ ആണോ? ഇതൊക്കെ ഫിനാൻസിൽ ചെറിയ ഫിനാൻസും ചെയ്യാം. ഇത് 2011 മോഡല്. 2011 ആണ്. 2011 മോഡല്. ഇത് അടുത്ത വർഷം പേപ്പർ വരും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. ഇന്ന് നമ്മളുള്ളത് പൂപ്പലം പറഞ്ഞ സ്ഥലത്താട്ടോ. അതായത് പെരിന്തൽമണ്ണെന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടാണ് പൂപ്പലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പൂപ്പലത്തിൽ ഹൈറൈഡ് യൂസ്ഡ് കാസിലാട്ടോ നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 റിഡ്സ് ആണ് കേട്ടോ. രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഡൽഹിയിൽ കിട്ടുന്ന അതേ പ്രൈസ് ഡിസ്കൗണ്ടിലുള്ള ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. നമ്മൾ ലിജ ഷേട്ടൻ്റെ യാർഡിൽ അവൈലബിൾ ആണ്. നമുക്ക് നേരെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ലിജേട്ടാ, എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡല്. 14 മോഡലാണ്. LDI ആണ് വണ്ടി. ഓക്കെ, LD ആണ്. 4 ഡോർ പവർ വിൻഡോ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഒക്കെ വണ്ടിയാണ്. മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 2,60,000 രൂപയ്ക്ക് കൊടുക്കാം. 2,60,000 കൊടുക്കാം. ഓണർഷിപ്പ് എത്ര ഉണ്ട്? ഇത് തേർഡ് ഓണർഷിപ്പ്. തേർഡ് ഓണർഷിപ്പ് ആണല്ലേ. അടുത്ത 2015 മോഡല്. 2015 ആണല്ലേ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. ഇതേത് വേരിയന്റ് വരുന്നത്? ഇത് LD ആണ്. LD തന്നെയാണ്. ഡീസൽ എഞ്ചിൻ തന്നെയാണ് വണ്ടി വരുന്നത് അല്ലേ. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് കിലോമീറ്റർ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ കാണിക്കുന്നത് 1.20 ഒക്കെയാണ്. 1.20 ഒക്കെ ഉള്ളൂ. 2 റീവണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഓണർഷിപ്പ് എത്രയുണ്ട്? ഇതും സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. ഓക്കെ, നമുക്ക് ആസ്കിന്റെ റേറ്റ് എത്രയാ? ഇത് 2.75 നമ്മൾ ആസ്കിന്. 2.75 ഫുൾ ലോണും കൊടുക്കാം. ഏകദേശം ഫുൾ ലോണും കൊടുക്കാം. നല്ലൊരു ട്രാക്കിലാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാം. ആ വണ്ടി നമുക്ക് ലോക്കാണ്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ കാണിക്കാൻ പറ്റാത്തത്. ചാവി ഏതോ ഒരു കാറിന്റെ ഉള്ളിൽ കിടക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഇന്ത്യയിൽ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പക്കാ വണ്ടിയാണ് കേട്ടോ. അത് അടിപൊളി ലെതർ ഫിനിഷിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ അല്ലേ ഇത് വരിക. LDI വേരിയൻ്റ് ആണ്. 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ഒരു അഡീഷണൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ റിഡ്സ് നമുക്ക് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഡീസൽ 20 എന്തായാലും കിട്ടുമല്ലേ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 2 വണ്ടികളാണ് ഫ്രണ്ട്സ്. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ സൈഡ് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. നമുക്ക് ചാവി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇന്റീരിയർ സൈഡ് നോക്കി നോക്കെ. ഇത് LDI വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ നമുക്ക് ഉള്ള വണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ആഡ് ചെയ്ത വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. സോ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പെട്രോൾ എഞ്ചിന് ഡീസൽ എഞ്ചിനിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നല്ല ഒരു അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ റിഡ്സ്. നമ്മുടെ ചെക്കന്മാരുടെ ഇടയിലാണെങ്കിലും ശരി, ചെറിയൊരു ഫാമിലി യൂസിനൊക്കെ ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. സോ 2 വണ്ടി നമ്മൾ യാർഡിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ടോപ്പിൽ നമ്മുടെ എക്സ്ചേഞ്ചിന് വന്നിട്ടുള്ള കുറച്ച് റേറ്റ് കുറവുള്ള ലോ ബഡ്ജറ്റിൽ കിടക്കുന്ന കുറച്ച് വണ്ടീസിന് പരിചയപ്പെടുത്താനായിട്ട് ഇന്നത്തെ വീട്ടിലോട്ട് പോകുന്നത്. ചേട്ടാ, നമുക്ക് വേഗം മോഡലും പറഞ്ഞാൽ മതി. 2012 മോഡൽ ഡീസലാണ്. ഓക്കെ, 1.10 കൊടുക്കാം. 1.10. ഓണർഷിപ്പ് എത്ര ഉണ്ട്? സെക്കൻഡോ തേർഡോ ആണല്ലേ. ഓക്കെ, ഇത് 2010 LXi. 2010 വാഹനമാണ്. ഇത് പുതിയ പേപ്പർ എടുത്ത വണ്ടി. പുതിയ പേപ്പർ 5 കൊല്ലം പേപ്പറുള്ള അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 1.20 കൊടുക്കാം. 1.20 കൊടുക്കാം. ഫൈനൽ പ്രൈസ് ആണോ? ഫൈനൽ പ്രൈസ് ആണ്. ഫിനാൻസ് അവൈലബിൾ ആണോ? ഇതൊക്കെ ഫിനാൻസിൽ ചെറിയ ഫിനാൻസും ചെയ്യാം. ഇത് 2011 മോഡല്. 2011 ആണ്. 2011 മോഡല്. ഇത് അടുത്ത വർഷം പേപ്പർ വരും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഇരിക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്കൊരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. അതായത് പേപ്പർ എടുത്തിട്ടാണോ? പേപ്പർ ഇല്ല, അടുത്ത വർഷമാണ് പേപ്പർ വരിക. അടുത്ത വർഷമാണല്ലേ. 1.25 കൊടുക്കില്ലേ. ഇത് 2015 14 മോഡൽ 15 രജിസ്ട്രേഷൻ. ഓക്കെ, ഡാറ്റ്സൺ റെഡി ഗോ അല്ല, റെഡി ഗോ ഡാറ്റ്സൺ ഗോ. സോറി, ഡാറ്റ്സൺ ഗോ ആണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വണ്ടിയാണ് ഓക്കെ. ഓക്കെ, കേട്ടോ. ഇത് 2015 16 ആണല്ലേ. 14 15 മോഡൽ. 14 15 ആണ്. ഓക്കെ, ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഗോ, നല്ല അടിപൊളി സീരീസ് അടിപൊളി ഉള്ളിൽ സ്പേസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് 1.2 ലിറ്റർ എഞ്ചിൻ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ വരിക. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം മൈലേജ് കിട്ടും? ഇത് ഏകദേശം ഒരു 17-18 ഒക്കെ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടില്ല. ഇത് മെയിൻ്റെനൻസ് പക്ക കുറവുള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം അല്ലേ. 2014 15 ആണ്. 1.60 കൊടുക്കാം. 1 ലക്ഷം രൂപ വരെ ലോണും കൊടുക്കാം. ഓക്കെ, 1 ലക്ഷം വരെ ലോണും കിട്ടും അല്ലേ. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഇതൊക്കെ എക്സ്ചേഞ്ചിന് വന്ന വണ്ടികളാണ് നമ്മുടെ യാർഡിലുള്ളത്. സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. യാർഡിൽ വണ്ടീസ് അവൈലബിൾ ആണ്. നേരെ മഴച്ചാറിലൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു അടിപൊളി കിടക്കാച്ചി വോൾസ് വാഗൻ്റെ, അതായത് ജർമ്മൻ്റെ മുദ്ര പതിപ്പിച്ച വോൾസ് വാഗൻ്റെ ഒരു പോളോനെ പരിചയപ്പെടുത്താനാട്ടോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത്. ടീഷർട്ട് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2011 മോഡല്. 11 മോഡലാണല്ലേ. ഓക്കെ. ഓക്കെ, എങ്ങനെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ. ഓക്കെ, ഓണർഷിപ്പോ? ഓണർഷിപ്പ്
തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 160 ഓടിയിട്ടുണ്ട്. 160 ജെന്യൂൻ കിലോമീറ്റർ അല്ലേ? ജെന്യൂൻ ആയിരിക്കാനാണ് സാധ്യത. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ, ഒറിജിനൽ കേരള വണ്ടിയാണ്. 2011 ആണ്. പക്ഷെ എന്നിരുന്നാലും നല്ല അടിപൊളിയായിട്ട് നല്ല ക്വാളിറ്റിയിൽ കിടക്കുന്ന ഒരു പോളോ ആണ് കേട്ടോ. വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് ഏകദേശം എത്ര 130 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? 160 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല എൻക്വയറി കാര്യങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ എടുക്കാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. പോളോന്റെ ഏറ്റവും ഫുൾ ഓപ്ഷനുള്ള പോളോ, വോൾക്സ്വാഗന്റെ പോളോ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റേറ്റ് വരുന്നത്? ആസ്കിങ് 240 ആണ്. 240 ആണ് അല്ലേ? ഓക്കെ, അത് നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടാവും? ഫിനാൻസ് ഇതിന് കിട്ടുമോ നോക്കണം, ചോദിച്ചിട്ടില്ല. ഓക്കെ, മാക്സിമം നമുക്ക് 240 വരെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ലോണിന്റെ ലോൺ ചെയ്യാൻ പറ്റില്ല, മാക്സിമം റേറ്റ് 240 ചെയ്യാൻ. ഓക്കെ, അതെന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും? അതൊക്കെ ചെയ്ത് കൊടുക്കാം, വണ്ടി ഒന്ന് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? വണ്ടിയുടെ ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല പക്ക നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇന്റീരിയലാണ് വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം ചെക്കന്മാരൊക്കെ എടുത്ത് ഒന്ന് അൾട്രയൊക്കെ ഇത് കൊണ്ടുനടക്കാൻ പറ്റിയ സൂപ്പർ വണ്ടിയാണ് കേട്ടോ. എക്സ്റ്റീരിയർ പോലെ തന്നെ നല്ല പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്റീരിയർ സൈഡ്. അത്യാവശ്യം കുഴപ്പമില്ല വണ്ടി കാണാൻ. സോ ജർമ്മൻ ടെക്നോളജി, അതായത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണെങ്കിൽ, നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ നമ്മുടെ വോൾക്സ്വാഗന്റെ പോളോ. 2011 ആണെങ്കിലും ഏകദേശം ഒരു 18-19 ഇന്റീരിയർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് കളർ ഇത് റീപെയിന്റ് ചെയ്താണോ? റീപെയിന്റ് ആണ്. ഈ കളറിൽ പോളോ നമുക്ക് ഇല്ല, ഇത് റീപെയിന്റ് ആണ് കേട്ടോ. ചെക്കന്മാരെടുത്തിട്ട് റീപെയിന്റ് ചെയ്ത വണ്ടിയാണ്. ഡുവൽ ടോൺ കളർ ആക്കിയിട്ടുണ്ട്. ഡുവൽ ടോൺ ആക്കിയിട്ടുണ്ട് അല്ലേ? എന്തായാലും നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ നമ്പർ താഴെ കൊടുക്കാം.